Avantika, so shall we start? Avantika? Avantika, can you hear me? Lakshmi? Yes, ma'am. Lakshmi അല്ലേ compare ചെയ്യുന്നേ? Yes, ma'am. തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. മനസ്സ് നന്നാവട്ടെ. യോഗ ഒരു പ്രകാശമാണ്. അത് ഒരിക്കൽ ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മങ്ങുകയില്ല. വിമോചനാവസ്ഥയിലേക്ക് നയിക്കുന്ന എല്ലാത്തരം കഷ്ടപ്പാടുകളെയും അതിജീവിക്കാനുള്ള സ്വയം നിയന്ത്രണമാണ് യോഗയുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ. ഈ സമയം ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളതാണ്. പ്രാർത്ഥനയ്ക്കായി ട്രിവാൻഡ്രത്തുള്ള നഗരസംഗീത് വിവേകാനന്ദ കേന്ദ്രത്തിലെ മിസ് കല്യാണി രജിയെ ക്ഷണിക്കുന്നു. Namaskar to all. We'll start our session with 3 Omkaras and prayer. Om Sahana Bhavatu Sahana Bhunaktu Sah Viryam Karavavahai Tejasvinavaditamastu ma vidvishavahai. Om Shanti Shanti Shanti. Kalyani? Lakshmi, please continue. സ്വാഗത പ്രസംഗത്തിനായി NSS വോളണ്ടിയറായ ആദിത്യ എസിനെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. നാം നമ്മിലൂടെ നമ്മെ അറിയുന്ന അനുഭൂതിയാണ് യോഗ. യോഗ കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ്. ഇന്ന് ജൂൺ 21, അന്താരാഷ്ട്ര യോഗാ ദിനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യമായി നമ്മുടെ കോളേജിലെ എല്ലാ കാര്യപരിപാടികളിലും നമുക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ബീന എസ് അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവേകാനന്ദ കേന്ദ്രത്തിലെ സമ്പർക്ക പ്രമുഖ് ആദരണീയായ ഡോക്ടർ ഗീതാ രവി ഈ യോഗത്തിൽ സന്നിഹിതയാണ്. ഡോക്ടർ ഗീതാ രവിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരൈ ഫാത്തിമ കോളേജിലെ പൂർവ്വ അധ്യാപകനും വിവേകാനന്ദ കേന്ദ്ര കേരള വിഭാഗിലെ സമ്പർക്ക പ്രമുഖ് വിഷ്ണു രാഘവൻ സാർ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തന്ന സാറിന് ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തതായി വിവേകാനന്ദ കേന്ദ്രത്തിലെ നഗര സംഘാടക് ശ്രീമതി കല്യാണി രാജയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗ പരിശീലകയായ ശ്രീമതി ഉണ്ണിമായയ്ക്ക് ഈ ചടങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം. യോഗ പരിശീലകയായ ശ്രീമതി അഭിരാമിക്ക് ഈ ചടങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം. അടുത്തതായി NSS കോർഡിനേറ്ററായ ആശാ മേമിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NSS കോർഡിനേറ്ററായ ശുഭ മേമിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ കൃഷ്ണ പ്രദീപിനെയും അവന്തികയെയും ചടങ്ങിൽ പങ്കെടുക്കുന്ന NSS വോളണ്ടിയർമാരെയും മറ്റെല്ലാ വ്യക്തികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. NSS ഗീതം ആലപിക്കുന്നതിന് വേണ്ടി സീനിയർ NSS വോളണ്ടിയർ സെക്രട്ടറിയായ കൃഷ്ണ പ്രദീപിനെ ക്ഷണിക്കുന്നു.
മനസ്സ് നന്നാവട്ടെ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ. മനസ്സു നന്നാവട്ടെ. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ബീന എസ് മേമിനെ ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. ആക്ച്വലി ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ടീച്ചർ യാത്രയിലാണ്. അപ്പൊ യാത്രയിൽ 2-3 പ്രാവശ്യം ശ്രമിച്ചിട്ടും ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. ടീച്ചറിന്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു ചടങ്ങിനോടൊപ്പം ഉണ്ട്. ടീച്ചറിന്റെ പ്രാർത്ഥനയും നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് ഉദ്ഘാടന ചടങ്ങ് ആ രീതിയിൽ നടക്കാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ ഖേദിക്കുന്നു. പക്ഷേ പ്രിൻസിപ്പലിന്റെ എല്ലാ ആശംസകളും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ ഒരു ചടങ്ങിനോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇതിന്റെ കൂടെ ഒരു ചെറിയ തിരുത്തൂടെ പറഞ്ഞോട്ടെ. സ്വാഗതം ആശംസിച്ച സമയത്ത് റിട്ടയർഡ് പ്രൊഫസർ, അത് നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായ ഗീത മാം ആണ്. അത് വിഷ്ണു സാറിന്റെ പേരിന്റെ കൂടെ അറിയാതെ ഒരു അബദ്ധത്തിൽ തെറ്റിപ്പോയതാണ്. എക്സ്ട്രീംലി സോറി ഫ്രം അവർ സൈഡ്. Lakshmi, we shall continue to the next program. അടുത്തത് യോഗാഗീതം കേൾക്കാനുള്ള സമയമാണ്. ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ സർവലോക മൈത്രി തൻ പ്രതീകമായി ജയിക്ക നീ. ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ സർവലോക മൈത്രി തൻ പ്രതീകമായി ജയിക്ക നീ. ഉദയ സൂര്യകാന്തിയേറ്റുണർന്നെണീറ്റ ഭാരതം വേദമന്ത്രഘോഷണത്തിൻ കാഹളം മുഴക്കവേ ഈ പ്രപഞ്ചമാകെയൊന്നു
ജയിക്ക ഭാരതാംബികെ ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ. എത്രയോ സഹസ്രവർഷമീ വഴി കടന്നുപോയി, എത്രയോ യുഗപ്രഭാവർത്തൃക്കഴൽ നമിച്ചുപോയി. അന്നു നീ കൊളുത്തിവെച്ച ശാന്തി തന്നറും തിരി ഇന്നും ദീപ്തമായിടുന്നു വിശ്വമാകെ സർവദാ. ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ. ഒരേ കിനാക്കൾ പങ്കിടാം, ഒരേ വഴിക്കു മുന്നിടാം, ഒന്നു ചേർന്നു വിശ്വസൗഹൃദത്തിൻ ഗാഥ പാടിടാം. സ്വരങ്ങൾ വേറെയെങ്കിലും നിറങ്ങൾ ഭിന്നമെങ്കിലും ഒരേ മരത്തിൽ കൂടുകൂട്ടും കിളികളായി പറന്നിടാം. സ്വരങ്ങൾ വേറെയെങ്കിലും നിറങ്ങൾ ഭിന്നമെങ്കിലും ഒരേ മരത്തിൽ കൂടുകൂട്ടും കിളികളായി പറന്നിടാം. ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ. നാളെ ഈ പഠിക്കലെത്തും നവയുഗത്തിൻ പുലരിയെ, ഭാവുകങ്ങൾ നേർന്ന് കൈകൾ നീട്ടി നെഞ്ചിലേറ്റിടാം. കാലമാകും കൈകളെത്ര തച്ചുടച്ചു മാറ്റിയും ഇവിടെ ഇനിയും ഇനിയും ഉയരും ധർമ്മയജ്ഞവേദികൾ. ഇവിടെ ഇനിയും ഇനിയും ഉയരും ധർമ്മയജ്ഞവേദികൾ. ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ. സർവലോക മൈത്രിതൻ പ്രതീകമായി ജയിക്ക നീ. ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ. സർവലോക മൈത്രിതൻ പ്രതീകമായി ജയിക്ക നീ. ജയിക്ക ഭാരതാംബികെ ജയിക്ക മംഗളാത്മികെ. സർവലോക മൈത്രിതൻ പ്രതീകമായി ജയിക്ക നീ. സർവലോക മൈത്രിതൻ പ്രതീകമായി ജയിക്ക നീ. മുഖ്യ പ്രഭാഷണത്തിനായി സമ്പർക്ക പ്രമുഖ് വിവേകാനന്ദ കേന്ദ്രം തമിഴ്നാടുവിലെ ഡോക്ടർ ഗീതാ രവി മാമിനെ ക്ഷണിക്കുന്നു. Namaste to everyone. At the outset, my namaskaram at the feet of Sri Ramakrishna Paramahamsa, Sharadama, and Swami Vivekananda. I pranams to all the elders in Vivekananda Kendra, and my heartfelt thanks to Pran Shankata, Manya Radha Devi, and Sampak Pramukh of Kerala Vibhag, Vishnu Raghavanji, and all the organizers, especially the principal of HMSPB NSS College for Women. I wish to congratulate the NSS students of this esteemed college. You're really fortunate to be part of Vivekananda Kendra today on the 7th International Yoga Day. Swami Vivekananda's vision of man-making and nation-building are the twin ideals of Vivekananda Kendra. Today, you all know, we are celebrating the International Yoga Day. It's a 7th Yoga Day because it was started in the year 2015.
our Prime Minister was very particular that the world recognizes yoga as India's cultural property. And the United Nations General Assembly declared June 21st as the International Day of Yoga. Yoga is the invaluable gift of India to the whole world. Now let us know what is yoga. Yoga means to unite. Yoga it's a path that helps us in making us realize the divinity within us and the divinity all around us. It helps us to unite our body, mind, and the divine spirit within us. We all recognize the body very easily. The mind also we understand because there are so many thoughts like waves. But then the self, which is pure and divine, we fail to recognize. And yoga helps in making us create an awareness of that divine self within us. Swami Vivekananda repeated that, every man is potentially divine. Every aspect of creation is potentially divine. And this divinity is all around us. How to get connected with this divinity, that's what yoga teaches us. It, in fact, wakes us up. We are awake physically, but we should be awake. We should be woken up spiritually. So yoga helps to wake us up spiritually and helps us to know who we are. All of us want to know who we are. Am I just a name? Am I just a form? No, I'm more than that. So who is that essential me? That's what yoga helps us to be aware of, to know who I really am and what is my purpose. Why am I alive? It also teaches us the purpose of our existence. See, Yoga Day was born 7 years back, International Yoga Day, but yoga originated in India several thousands of years ago. Some say 5,000, some say 10,000. But who gave it a kind of a codified form? It is none other than the great Patanjali Maharishi. He gave us 3 medicines, one for the body. Body has impurities, how to cleanse it. We can use Ayurveda. Then our speech, our Vak Shuddhi, how to create Vak Shuddhi through grammar, Ashtadhyayi. He gave us that. Then how to cleanse the mind. Forever the mind is getting impure with lots of bad emotions, Kobham, Tabam, Madam, Matsaryam. So how to cleanse all that? That is what he gave one important medicine for that, and that is yoga. Yoga means huge, means connect, to unite, to yoke, to get connected with ourselves, then also connect this in the individual self with society and to the entire cosmos. And we know that Bhagavad Gita is considered as Yoga Shastra by none other than Krishna Paramatma. And the traditional yoga forms are not just asanas, Bhakti is one yoga, Karma is another yoga, Karma Yoga, Jnana Yoga, Raja Yoga. These are the different traditional paths of yoga. But Patanjali Maharishi gave an important definition to yoga. He called yoga as blocking of our mental modification. It is nirodha of the chitta vritti. Forever we find waves of thoughts and emotions trying to overpower us. Yes. Can I continue? Yes, madam. Yes, madam. I find some disturbance. Okay. So Patanjali gave a beautiful definition of Raja Yoga. He said it is the blocking of these nirodha of chitta vritti. And he gave 8 ashtanga, 8 limbs for this yoga. And what are they? First is yama. What is yama? It is
the 5 universal ethical and moral observance. That is how to live by non-violence, truthfulness, satya is very important, non-stealing, then continence and non-covetous. We should not be greedy. We should be self-satisfied. So these are yamas. And what are niyamas? Next is niyama. Next anga or next step is niyama. That is spiritual discipline and self-discipline. How do we get it? First, we have to keep our body pure. We should keep our mind pure by being contented with what we have. Then we have to practice some basic spiritual austerities, like study our scriptures, or at least chant like Bhaja Govindam, chant the nama, so many namas of God, or whichever nama we like, we chant that. This gives us that niyama. And then, of course, how we present ourselves is very important. Asana is very important. It's a physical posture. That is, we have to sit in a meditative position. So all these physical and yogic practices are called asanas. So yama, niyama, asana, first 3 steps, angas. Second, fourth one is pranayama. What is pranayama? It is a breathing exercise. We should control our breathing because prana is the vital life force. We know that this body is nothing. Once this vital force leaves this body, the identity goes. So we all must understand that that is the real identity of a human being. So that you control. Then pratyahara, that is the senses. Forever we are tempted. Our body will be moving. We are tempted always with because of the sensory pleasures. I mean, we are attracted towards sensory pleasures. So we need to control that. So the mind has to have a control over the sensory pleasures. That is pratyahara. Then comes dharana. That is when the body is disciplined, when the mind is disciplined, when prana is disciplined, that's the right time for dhyana. I mean, our mind gets focused. There is a pointed concentration. And then that leads us to a dhyana, that is meditative stage. When we reach that meditative stage, we all, by default, we understand that we are not just this body, we are not this mind, but we are that peaceful self within, which is Sat Chit Ananda, which is truth, which is knowledge, which is bliss. That's the real self. And that is the stage of Samadhi. So these are the 8 steps Patanjali gives for yoga. There are multiple, we all know there are multiple definitions for yoga. It is to experience this truth that, these various explanations are given. Of course, basically many of us think that yoga means these techniques and methods. Yes, it is that. It gives us the right technique, the right methods to awaken us, to create awareness in us, to connect our inner self with the life outside. It also means asana, as I told you, pranayama, then mudras, then bandha, cleansing of the body, that is called shatkarma, and of course visualization, then chanting of mantras, everything, and then meditate. The various forms of meditations are there. So these are some of the different definitions of yoga. And we want yoga to be relevant in our daily life. That is our ultimate aim. How to make yoga relevant in our daily life? That is by first disciplining ourselves, and also how do we then understand the purpose of life? We all know that the whole cosmos is connected. Nobody can live in isolation. We need to get connected with outside world. And that's what Swami Vivekananda said, as just prayer does not mean going to a temple. It is that, but it is not just that. Prayer is not just chanting of mantra. Prayer is realizing the divinity and then serving the same divinity around us. So by serving mankind, we serve God. By realizing that each one is created
for a divine purpose. And what is that divine purpose? To realize the divinity within us, get connected with the first get connected with the family members. Then every family, if it is beautifully, if there is harmony in the family, then there'll be harmony in society. That's samashti. If there is harmony in society, harmony will be there in our nation. And then if a nation celebrates this harmony, this can offer harmony to the entire world. We have seen that India has always offered this spiritual wealth to the whole world. When we were at the worst of our political climate, and when there were religions competing with us, there came Swami Vivekananda, went to America, proclaimed to the whole world that Sanatana Dharma is the mother of all religions, and each of us, each one is the child of divinity. Nobody is a sinner, and we are all brothers, sisters, and brothers. That's how he invited, that's how he welcomed, that's how he addressed. So we have to realize that man-making vision of Swami Vivekananda. Yoga Day is new to the international society, but Vivekananda Kendra has always had yoga in its core. Like way back in 1972, Manya Eknathji understood, he was inspired by Swami Vivekananda's call, and he decided that yoga will be core of Vivekananda Kendra, because our nation's mukhya prana is dharma. And what is this dharma? Dharma is a way of life, living in harmony with the entire universe. And how do we create that harmony? By sharing, caring, and serving. So Kendra is a spiritual organization and spiritually oriented service organization. And yoga and Bharat are inseparable. Yoga and Kendra are inseparable. If it is mukhya prana for Bharata, it is a mukhya prana for Kendra also. And we know that through yoga, they have reached out to everyone, right from a child of 6 years to up to 60 years. Everyone can participate in this yoga because it is non-sectarian. Yoga is not for only a member of one religious group or there is no political identity, no religious identity. It is for the entire mankind. So we have to, and through yoga, Manya Eknathji realized that we can make this dharma, this duty of man to maintain harmony, and therefore they created various techniques. And Patanjali's Yoga Shastra has been very beautifully incorporated by Kendra. They have not moved away in 1 inch from Patanjali's marg, and Kendra offers various courses also. They offer certificate course, they offer Prasikshana Shibir, that is how to train, how to become yoga trainers. That is also done by Vivekananda Kendra. So, first, we should make everyone realize the inner essential divinity. Then using that self-knowledge, we get self-confidence, and with this self-confidence, we can do national reconstruction. That was the idea of Swami Vivekananda, and that's the same idea of Manya Eknathji. And with that vision, Kendra is doing its work. And Vivekananda Kendra has launched a very effective method to awaken this divinity in man and channelize it for national reconstruction through yoga. So yoga is the best medium. It suits everybody. And it's not just offered as a therapy. It's not just a physical exercise or a therapy. Yoga is a way of life, because right from the way we think, right from the way, for instance, right from the way we leave our footwear, the way we keep our home clean,
our body clean, our thoughts clean. Everything is yoga. Yoga is not just asana, it's not just posture, but they are very important because when we discipline our body and our breath, then the mind becomes calm. So yoga gives lot of relief to stress. Today, Manya Hanumantrao ji said how during this pandemic times, all of us live in a kind of fear. We fear to touch our own kith and kin. We fear to talk. We wear a mask. So we fear to go out. But all these fears, if we need to remove, the only safe technique is yoga. And it suits everybody. And those who have practiced it have realized that it has given all the benefits that one would want. So it's the best medium for us. So it's a solution to our inner problems. It's a healing for our disturbed mind. It helps in bringing harmony within us. First, we can give harmony, we can generate harmony only if there is harmony within our soul. So yoga is not just an exercise. Let us not be worried if we can't do certain yasanas, if we can't do bend our body, doesn't mean that we don't know yoga. No, it is good. But then there are people who are handicapped. There are people due to sickness, they fail to use their limbs. Even such people need not worry. They can cleanse their mind and then create a kind of peace and harmony within and spread that harmony and joy outside. So let us become integrated personalities. Let us, with this help of integration of a person, let us integrate with the society, samashti, and then that is called Samagara Yoga. So Kendra has offered yoga to various people, even family, newly married couple. It's very difficult. People unite with different ideals, different tastes, different, even the use of toothpaste, they are different. But then how to live together? All of us are different. We cannot be uniform, but unity is important. Uniformity is not necessary. Unity is important. Yoga teaches that unity. Yoga means to unite. How to live in unity, not in uniformity. We have to respect each one's individuality, diversity, variety. Every aspect of created universe is different. But then how to create unity in this difference, how to get united with ourselves and get connected with everything around us is what is yoga. And let us bow our head to Patanjali Maharishi, who codified this, and also bow down to Mananiya Hanumantrao ji, who has beautifully given explanation, and he has explained these yoga sutras. They are available on YouTube, and we have such spiritual masters in Vivekananda Kendra, so many trainers. Like this morning, we were led in Tamil Nadu by Srimati Tangalakshmi Akka. So let us get guidance from all these people. Let us be inspired. I wish good luck to all the NSS volunteers of this esteemed institution to practice yoga, make yoga part of your everyday living, and make spread this harmony and joy all around you. Get connected with Kendra for this noble ideal, and let us join Kendra in this man-making and nation-building mission and elevate Bharat to Vishwa Guru, the level of Vishwa Guru that it always was. Swamiji repeatedly says, the only wealth India can offer to the whole world is the spiritual wealth. And yoga is the mukhya prana of our spiritual wealth. Let us enjoy this day. We are going to be trained by Manya Kalyani Didi and many others I hear. And I want you to continue this. Let this be a new beginning for those who started for first day. Let it be a continuum in your life. I thank once again Manya Radha Devi for her faith in me, for addressing you young children. Hope I made myself clear, and
If you have doubts later, you can contact me because the day is packed with a lot of activities. I would like to thank everyone, my humble pranams to the organizers and everyone. And I once again congratulate the NSS volunteers. All the best to you, children. Thank you. Lakshmi, Yes, ma'am. please continue. അടുത്തത് യോഗ പരിശീലനത്തിനുള്ള സമയമാണ്. അതിനുവേണ്ടി കല്യാണി രേജി, ഉണ്ണിമായ, അഭിരാമി ക്ഷണിക്കുന്നു. Namaste everybody. We shall start our practice. All of you stand straight. Balance your body. Heels together. Body straight. We will go now for neck exercise. Keep your hands on your waist region. Finger facing towards front. Inhale and go back. Take your neck back. Exhale and come front, forward. Only your neck moves. We shall repeat this 2 more times. Inhale, go back. Exhale and come forward. Inhale and go back. Exhale and come forward. Now, we shall go for sidewise bending of our neck. Inhale while exhaling. Inhale first. While exhaling, bend neck to right side. Inhale and come up. Exhale and bend to left side. Like this, we have to go for. Inhale. While exhaling, bend neck to right side. Inhale and come up. Exhale and bend to left side. Do not lift your shoulder. We shall repeat it for 2 more times. Inhale and go bend towards your left. Exhale and come up. Inhale and exhale. Inhale, exhale. Inhale. Now we shall go for twisting of our neck. Stand straight. Inhale completely. While moving to your right side, exhale, inhale and come to front. Exhale and turn to your left. We are going to do now. Stand straight, inhale completely. While moving to your right side, exhale. Inhale and come to front. Exhale and turn to your left. Repeat it for 2 more times. Inhale completely. While moving to your right side, exhale. Inhale and come to front. Exhale and turn to your left. Inhale, come front. Exhale, turn to your right. Inhale, come front. Exhale, left. Inhale and stop practice of neck exercise. Release your hands. Relax, legs apart. Deep inhalation and slowly exhalation with your closed eyes. Now we shall go for shoulder rotation. Again, come in sthiti, legs together, heels together. Shoulder rotation. This will help us to relax our shoulders and strengthen our shoulder muscles. Stand straight. Ekam, lift your hand and bring to the shoulder level. Dve, place the palms on the shoulders. Bring the elbows together.
on your front. Slowly rotate it from front to back and slowly bring it to front. We shall do it for 2 more times. Ekam, dve. Ekam, dve. Now we shall do it anti-clockwise. Just opposite side, please rotate the shoulders and do it for 3 times. Ekam, dve, trini. Slowly bring the hands down and observe the changes that has come after the exercise. Relax, legs apart. Deep inhalation and slowly exhalation. Inhale. Exhale. Now we will go for a spinal twist. Stand straight again, legs together, heels together. Bring your both hands to your front side. Palm facing each other. Slowly, we will move hands to your right side. While standing straight, you will turn your trunk to the right and left. While going to the side, exhale. And when you come back, inhale, turn to your left, exhale, and come back while inhaling. Continue this for 3 more times. Ekam, turn to your right side. Dve, inhale. Exhale, left. Inhale. Exhale. Turn to your right. Inhale. Come front. Exhale. Turn to your left. Inhale and front. Relax. Release your hands and legs apart. Deep inhalation and slowly exhalation will be continued. Observe your shoulders. The next we will go for knee stretch. Take your legs together again. In this, you stretch out your hands forward, palm facing. Now slowly you bend your knees and come down as if you are going to sit on chair. Take your hands front. Inhale and come up. Exhale and go down. Inhale and come up. Exhale, go down. Inhale, come up. Exhale and go down. Inhale and release your hands and relax. Eyes closed so you will be observe the changes in better way. Inhale deeply. Exhale completely. Next we will go for Parivritta Konasana speedily. Legs apart. Stand straight and spread out your hands onto the shoulder level. Turn your right hand to your left foot and touch it to the left foot. Come while inhaling and then go to the left side. Touch left hand to the right foot. Inhale and come up. Do it for 4 times. Inhale, exhale. Inhale, come up. Exhale, go down. Inhale, come up. Exhale, go down. Inhale, come up. Exhale, go down. Inhale. Release your hands. Take your legs together and relax, legs apart. Eyes closed. Observe your west region. Relax. Inhale and exhale.
The next we will go for ankle stretch. Stand straight, heels together. Ekam, take your hands up, palms facing forwards, heels up. Stand on toes, balance your body, exhale and come back. We shall do it for 4 more times. See that you stretch your body up. Ekam, stretch your body up, hands up, heels up. Exhale, come down slowly. Ekam, up. Dve, exhale. Last round, ekam, up. Exhale, come down and relax. Legs apart, lose your shoulders. Deep inhalation and slowly exhalation. Now, inhale, exhale. Now we are going for standing asanas. It is called Vrukshasana. Stand straight. Ekam, take the right leg, place the soles on the left thigh. Dve, take both hands up, palms joined together in Namaskar. Balance the body for few seconds. 1, 2, 3, 4, 5. Release the hands, release the leg and relax. Now we shall do it from the left. Ekam, take the left leg up, place the sole on right thigh. Dve, take the hands up, palms joined in Namaskar, balance body. Ekam, Dve, Trini, Chatvari, Pancha. Hands back. Chatvari, release the leg and relax. This asana helps you in concentration and balancing the body. Relax. The next standing asana we are going to do Padahastasana. Legs together. Stand straight. Ekam, lift your hand, both hands from both the sides. Bring it to shoulder level. Dve, slowly raise it up, palms facing forward. Stretch your hand up. Trini, exhale and bend from your west region. Bring the body parallel to ground. Continue to exhale. Chatvari. Slowly go down. Try to keep both the palms on the both sides of your feet. Try to touch your forehead to the knees. Exhale completely and maintain the final posture. Pancha, slowly come up, be parallel to the ground with inhalation. Continue to inhale, shata and come up. Sapta, exhale, bring the hands parallel to shoulders. Continue to exhale and bring the back, the hands. Relax. Legs apart and relax. Inhale and exhale deeply and slowly. The complementary of this asana is Ardha Chakrasana. We will go for now that. Stand straight. Ekam, take the palm to your west region. Fingers pointing to front. Fingers pointing to front. Dve, inhale and go back. Maintain the final posture. Trini, exhale and come up. Chatvari, release the hands and relax, legs apart. Relax.
The benefit of this asana builds up sense of balance and a feeling of confidence. Now we will go for Trikonasana. Stand straight, move towards your left side and stand straight. Ekam. Move your right foot a meter away from the left hands. Left. Hands parallel to the shoulders. Dve. Exhale and bend towards right side. Without bending the knees, look forward. Look towards tip of your fingers of the left hand. Trini. Come up. Hands down. Chatwari. Take your legs back and relax. Now we are going to do sitting asanas. So sit down. Legs apart. Sitting, sit down, legs apart. Place your hands at the back. Look at the demonstrator. Now we are going for Bhadrasana. Bring legs together. Bring legs together. Hands by the side of your buttocks. Ekam. Hold the right leg from knee level. Bring close to the thigh. Dve. Same way, bring the left foot and join the soles together. Trini. Interlock the fingers and hold the feet. Sit straight. Align your neck with your spine. Enjoy the final posture. Inhale and exhale deeply and gently. Chatwari, release your hands. Pancha, release your left leg. And Shata, release your right leg. And relax. Legs apart. Relax. Now we will go for Vajrasana. Hold the right leg, legs together, hands side of your buttocks. Ekam, hold the right leg at the knee and place the heel under the right buttock. Dve, hold the left leg at the knee and place the heel under the left buttock. Knees must be together and rest the palm on upper thighs. Sit erect in relaxed state. This is Vajrasana. The same we will go for now Ardha Ushtrasana. Ardha Ushtrasana, in the same way, you have to stand on your knee. Trini, you can keep your hands, place your hands on your waist. And Chatwari, back, bend back side. Inhale and go back. Pancha, slowly come up. Shata, release your hands. Sit down in Vajrasana. Sapta. Now, the same way, in this position only, we will go for Shashakasana. In Vajrasana, Trini, spread out your knees, apart place your palm on the ground, in the front. Chatwari, slide hands forward and bend forward and place the chin on the ground and relax, normal breathing. Pancha, lift the chin up
and bring back the hands. Shata, join the knees. Sapta, release your one leg, left leg. Ashta, release your right leg and relax. Benefit of the Vajrasana is very much useful in meditation and pranayama practice. This is the only asana after taking food also you can do it. Digestive system will become very strong. Now we will go for Uttana Mandukasana. The same way, Ekam, legs together, hands side of your buttock. Ekam, like Vajrasana, take your left leg under your buttock, right leg under your buttock. See the demonstrator. You are already in Vajrasana. Trini, take your right hand on your back and place palm on the left shoulder. Chatwari, take your left hand back and place the palm on the right shoulder. Sit straight and relax in the spinal posture. Normal breathing. Pancha, release your left hand and Shata, release the right hand and place on your knees. Sapta, unfold your left leg and Ashta, unfold your right leg. Legs apart, hands back and place your neck either side of shoulders and relax. Now we are going for Vakrasana. Legs together, Namin-sthiti. Sit with legs straight, heels together, palm pressing on the floor by the side of buttocks. Ekam, bend the right leg at the knee and place the right foot by the side of left knee. Dve, twist the body towards the right side and take the left hand over the right knee and touch the right big toe. Place the right hand behind the trunk and keep the right palm on the floor and look towards the right side. Final posture. Trini, release the left hand, unfold the left hand and keep it by the left side on the floor. Chatwari, unfold the right leg and keep it by the side of the left leg and relax. Benefit of this asana removes your laziness and helps to attain the state of Yogi Matsyendra. Lay down on your abdomen in Makarasana. Sthiti. Makarasana. Relax, legs apart. Hands. Keep your left hand on your right shoulder. Keep your right hand on your left shoulder. Keep your chin on the cross of the hands and relax, legs apart. This is Makarasana, crocodile. Beautiful asana for relaxation. It gives relaxation to the entire body. Now we will go for Bhujangasana. Bhujangasana, it means serpent. Sthiti. Lie down on the prone, on abdomen with the hands above the head, keeping straight alongside the head, resting the palm on the ground.
touching the chin on the floor and legs together, soles facing up. Keep the body from toes to head in a straight line. Ekam. Bend both the elbows and place the palm on the floor by the side of the last rib bone. Dve. Slowly lift the head and then raise the chest. Feel the weight of the body at the lumbar region. Final posture, normal breathing. Trini, bring the chest and head down, touching the floor with the chin. Chatwari, release the hands and place them above the head region on the floor. Come back to Sthiti. Relax in Makarasana. Benefit of this asana, rise of Kundalini is noticed the body level in the form of heat and energy outburst. The complementary of this asana, we are now going to do Shalabhasana. Come in Sthiti again, lie down on the prone or abdomen with the hands above the head, keeping straight alongside the head, resting the palms on the ground, touching the chin on the floor and legs together, soles facing up. Keep the body from toes to head in a straight line. Ekam. Make the fist and place it under the root of the thigh. Dve. Raise both the legs together up from the west. Final posture, normal breathing. Return to position number 1. Again, Trini, take your legs down. Chatwari, release your hands and come in Makarasana, relax. The same now, come on your back, lay down on your back. Relax. Legs apart, palm facing towards roof. Slowly we will go for Setu Bandhasana. Lie down on your back, legs together, hands by the side of your body. Ekam, take your heels as near as possible to the buttock. Hold your heels with the hands. Dve, lift your trunk. Maintain the final posture. Final posture, normal breathing. Keep the knees close to each other. Trini, bring back the trunk. Chatwari, release your hands and legs and relax. Legs apart, hands apart and relax. Now we will go for Uttana Padasana. Legs together, hands by the side of the body. Ekam, lift your legs together 30-degree angle. Keep your hand above the head. Dve, lift the legs in 90-degree, hands down. Maintain the final posture. Normal breathing. Relax in final posture. Trini, hand above the head. Legs to 30-degree. Chatwari, legs back and hands back and relax. Legs apart, hands apart. Deep inhalation and slowly exhalation. Inhale. Exhale. Now we will go for
Ardha Halasana. Legs together, hands by the side of your body. Ekam, lift the leg together to 45 degree. Dve, keep the hand near to head by keeping one palm on another. Legs 90 degree. This is Ardha Halasana. Final posture, normal breathing. Trini, legs back to 45 degree. Chatvari, legs on the ground, hands back and relax. Legs apart. Lay down in Shavasana. Collapse your whole body on the ground. Legs apart, hands apart, palm facing towards roof, neck either side of your shoulders. Relax. Total relaxation. Feel the whole back portion of your body touching earth, Mother Earth. Feel you are in the lap of Motherland. Feel the comforts as if Mother Earth patting you. Deep inhalation and slowly exhalation. Observe the movement of the abdomen along with the relaxation and along with the inhalation and exhalation. Relax. Relax. Feel the soles of your feet, ankle joints loosen and relax. Calf muscles, knee joints, thigh muscles, buttocks, waist region, abdomen, back muscles, chest, hands, facial region, entire head region, and the whole body relax. Relax. Slowly bring the legs together, hands by the side of your body, toward left knee. Take your right hand above the head. Keep your left hand on your body. Turn towards your right side. Keep your left palm on the ground in front of your chest. Slowly, with the help of both hands, come up and sit in any comfortable posture. Observe the body, and we shall go for now pranayama. Sit straight. Observe, demonstrate it. We are going to do now Kapalabhati. Sit comfortably in Padmasana or Vajrasana, any comfortable position. Exhale forcibly using abdominal muscles. Inhale passively by relaxing the abdominal muscles. Repeat as quickly as possible, starting with 60 strokes per minute, but we will take it 10 strokes. Inhale deeply and start forcefully, only exhalation, flapping your abdomen. Relax. Relax. The same thing we will continue once again. Inhale deeply. Exhale forcefully. This kriya washes out the carbon dioxide from the blood
activates the brain cells, cleans the air passage, and stimulates the abdominal organs. Relax. Slowly now, we are going for Anulom Vilom. Sit erect. Close your eyes and exhale completely. Deep inhale and exhale completely. Inhale through both nostrils, slowly and steadily without making any sound. Exhale slowly, continuously and silently. Have inhalation and exhalation for the same duration. During exhalation, and chest goes down and the abdomen is taken in. Both the chest and the abdomen expands during inhalation. Rhythmic breathing. There is no holding of the breath. Mental recitation of the Om can be followed during inhalation as well as exhalation. It is good to practice this at dawn and sunset in empty stomach. The whole practice is to be done in very relaxed way with least exhaustion. Benefits. Lungs, heart and stomach get purified. Rhythmic breathing is the result. Lung capacity also increases, helps in curing the disease pertaining to lungs. Heartbeats gets normalized. We will now present the two types of Anulom Viloma. Relax. Now we will go for next pranayama abhyas, that is Nadi Shuddhi. Sit erect. Adopt Nasika Mudra. Your first finger and middle portion, middle finger has to fold. Your thumb and ring finger and small finger will be straight. This is called Nasika Mudra. See the demonstrator. Now we will go for practice. Close the right nostril with the thumb of right hand. Inhale slowly, steadily and deeply as long as possible. Follow the entire course of the breath by feeling the movement of air. Do not hold the breath inside. Release the right and close the left nostril with the little and ring fingers of your right hand and breathe out through the right nostril. Again breathe in through the right nostril and then breathe out through the left nostril. This forms one round of Nadi Shuddhi. Inhalation and exhalation from each side should be of the same duration. To start with one can have 9 rounds and this can gradually be increased. We'll do now for 2 more rounds. Inhale from your right. Exhale from your left. Again inhale from your left. Exhale from your right. Benefits of this Nadi Shuddhi. Nadi Shuddhi are foundations of the practice of good pranayama. One has to practice this for a duration of 3 to 6 months to accomplish the purification of the nadis, 7 to 2 lakhs. He achieves purification of nadis marked by distinct signs: lightness of body, brightness of eyes, and increase in appetite. Relax.
Now we will go for cooling exercise that is called Sitkari. Sit comfortably. Hold the tongue backwards and press the tip of the tongue by the hard palate, leaving narrow openings on either side of the tongue. Inhale through these inside openings, making the hissing sound. Allow the breath to be stopped with ease. Just hold your tongue. Inhale. Exhale slowly and continuously through both nostrils. Keep your mouth closed. We will do this practice 2 more times. Hold your tongue. Exhale, close your mouth and exhale through your nostrils. Last round. Inhale. Exhale. We'll go now for Bhramari practice. Sit erect in Padmasana or any meditative posture. Breathe in through both nostrils, in which a way that a fine sound like a one produced by a male beetle is heard. Allow the breath to stop effortlessly. Slowly exhale while producing a sound from the mouth and nose, so as to produce a sweet musical humming sound like a female beetle. Hold the breath. Slowly release. Repeat the cycle several times. It is said about Bhramari. We are to inhale. Take your tongue to your palate and make sound, humming sound. Inhale. Last round. Sit silently. We will stop our practice here, yoga practice. Now we will go for pledge. നമസ്തേ. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാനത്ത് ഒരു സ്വരമാതയായി ശാന്തമായി മനസ്സ് ശാന്തമായി ഇരിക്കട്ടെ. ദീർഘശ്വാസമെടുത്ത് മെല്ലെ ശ്വാസം വിടുക. അതോടൊപ്പം തന്നെ ശാന്തമായ മനസ്സിനെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. എത്ര നല്ലൊരു ദിവസമാണ് നമ്മളെല്ലാവരും ദേശത്തിന്റെ പല ഭാഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു ഒരിടത്തിലേക്ക് കേന്ദ്രീ ചെയ്യാം.
please unmute. The sound is very clear. Let her come here. നമസ്കാരം. ഒരു സ്വല്പനേരം മനസ്സ് ശാന്തമായിരിക്കട്ടെ. ദീർഘശ്വാസമെടുത്ത് മെല്ലെ ശ്വാസം വിടുക. അതോടൊപ്പം തന്നെ ശാന്തമായ മനസ്സിനെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. എത്ര നല്ലൊരു ദിവസമാണ്. ഈ പുലർച്ചെ നമ്മൾ എല്ലാവരും ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ് ഒരിടത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ്. മനസ്സ് ശാന്തമായിരിക്കുന്ന ഈ അവസരത്തിൽ വിവേകാനന്ദ കേന്ദ്രം നമുക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അന്തർദേശീയ യോഗാ ദിനത്തിൽ നമ്മൾ ചെയ്ത ഓരോ ആസനകളും അതുപോലെ നമ്മൾ കേട്ട ഓരോ വാക്കുകളും പ്രാണായാമത്തിൽ കൂടെ നമുക്ക് ലഭിച്ച സമാധാനവും എല്ലാം നമുക്ക് വീണ്ടും നിലനിർത്തണം. അതിനുവേണ്ടി വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പല കാര്യങ്ങളിലും നമുക്ക് സമയം കൊടുക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മുടെ പ്രതിജ്ഞ. ഞാനൊരു ആരോഗ്യമുള്ള സമാധാനപ്രിയനായ പ്രസന്നനും സ്നേഹവാനുമായ ഒരു മനുഷ്യനാകുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ ചുറ്റിലും സമാധാനവും സ്നേഹപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കും. ഞാൻ സ്വയം ഈ യോഗയിൽ വിവേകപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് വിശ്വബന്ധുത്വത്തിന്റെയും ഐക്യത്തിന്റെയും ഭാവനയോടെ സമസ്ത ലോകത്തിനും സ്വയം സമർപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഞാൻ വസുദൈവ കുടുംബകം എന്ന തത്വത്തിന് പൂർണ്ണ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് എല്ലാവരോടും കൃതജ്ഞതാഭാവത്തോടെ ആത്മാർത്ഥമായി പെരുമാറും. ഞാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരുമായി ഐക്യം പുലർത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. വന്ദേ മാതരം. നമസ്തേ. Lakshmi, Madam, you can carry on. കാര്യപദ്ധതി പ്രമുഖ് വിവേകാനന്ദ കേന്ദ്രത്തിലെ മിസ് ഉണ്ണിയമായ മേമിനെ സങ്കല്പത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. Lakshmi, it is a Shanti mantra. മിസ് കല്യാണി രാജീവ് മാമിനെ ശാന്തി മന്ത്രത്തിനായി ക്ഷണിക്കുന്നു. योगेन चित्तस्य पदेन वाचां मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि.
सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्तिः। Take your hands back. Bow down, touch your forehead on the floor. Offer your salutations to your motherland and Patanjali. Slowly come up with inhalation. Release your hands. Little bit brush it. Take energy on your face. When you feel comfortable, gently open your eyes. Thank you. Thank you very much. Have a nice day to all. സീനിയർ NSS വോളണ്ടിയറായ അവന്തിക AJയെ നന്ദി പറയുന്നതിനായി ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ ബീന എസ് മാമിനാണ് നന്ദി അറിയിക്കേണ്ടത്. നമ്മുടെ NSSന്റെ ഓരോ പരിപാടിയിലും വേണ്ടത്ര പിന്തുണ തന്ന് നമ്മളെ നയിക്കുന്ന ഡോക്ടർ ബീന മാമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ പേരിലും NSSന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് വിവേകാനന്ദ കേന്ദ്രത്തിലെ തമിഴ്നാട് വിഭാഗം സമ്പർക്ക പ്രമുഖയായ ഡോക്ടർ ഗീത മാമിനാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് ഗീത മാമിന് എൻ്റെ പേരിലും കോളേജിന്റെ പേരും NSSന്റെ യൂണിറ്റിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് വിവേകാനന്ദ കേന്ദ്രത്തിലെ കേരള വിഭാഗം സമ്പർക്ക പ്രമുഖനായ വിഷ്ണു രാഘവൻ സാറിനാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ പരിപാടി ഓർഗനൈസ് ചെയ്തു തന്ന സാറിന് ആദരപൂർവം എൻ്റെ പേരിലും NSSന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് വിവേകാനന്ദ കേന്ദ്രത്തിലെ നഗര സംഘാടകയായ ശ്രീമതി മിസ് കല്യാണി രാജ അവർക്കാണ്. മാമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ പേരിലും NSS യൂണിറ്റിന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് യോഗ പരിശീലകയായ ശ്രീമതി അഭിരാമിക്കാണ്. ശ്രീമതി അഭിരാമി അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് വിവേകാനന്ദ കേന്ദ്രത്തിലെ കാര്യപദ്ധതി പ്രമുഖയായ ഉണ്ണിമായ അവർക്കാണ്. ശ്രീമതി ഉണ്ണിമായ അവർക്ക് ആദരപൂർവം. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ പ്രോഗ്രാം ഓഫീസറായ ശുഭ മാമനാണ്. ഞങ്ങളുടെ NSSന്റെ ഓരോ പരിപാടികളിലും ഞങ്ങളെ മുമ്പ് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ പ്രോഗ്രാം ഓഫീസറായ ആശ മാമനാണ്. മാമനും ഞങ്ങളുടെ NSSന്റെ ഓരോ പരിപാടികളിലും ഞങ്ങളെ വേണ്ടത്ര രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് ഈ പരിപാടി വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത NSS വോളണ്ടിയർ ആയ ലക്ഷ്മിക്കാണ്. ലക്ഷ്മിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി NSS ഗാനം വളരെ മനോഹരമായി ആലപിച്ച NSS വോളണ്ടിയർ സെക്രട്ടറി ആയ കൃഷ്ണ പ്രദീപിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം അറിയിച്ച NSS വോളണ്ടിയർ ആയ ആദിത്യ എസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ NSS വോളണ്ടിയേഴ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മനസ്സ് നന്നാവട്ടെ. ടീച്ചർ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുവാണേ. ശുഭ ടീച്ചർ, ശുഭ ടീച്ചർ, ശുഭ ടീച്ചർ, ടീച്ചർ ടീച്ചർ കേൾക്കാവോ?
നമ്മുടെ ഈ പരിപാടി NSSന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുവാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അനുവാദവും വേണ്ടുന്ന സപ്പോർട്ടും ഒക്കെ തന്ന മാനീയ രാധാദേവി ദീദിയുണ്ട്. ദീദി ദക്ഷിണ പ്രാന്ത് സംഘാടകയാണ്. ദീദിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് തന്ന നാരായണ ശർമ്മജി, ശ്യാംജി, വിവേക് ജി, വിനോദ് ജി തുടങ്ങിയവർക്കും ഈ ഒരു വേളയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. ഞാനത് സൂചിപ്പിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെയും സഹകരണം ഈ പരിപാടിയുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് നമുക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. അവർക്കുള്ള നന്ദിയും ഈ ഒരു സാഹചര്യത്തിൽ അറിയിക്കുകയാണ്. നമസ്കാരം. ഹലോ, വിഷ്ണുജി, നമുക്ക് ക്ലോസ് ചെയ്യാമല്ലോ.